السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. വിവരസാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ ആലോചനകളെയും സ്വയം നിർണയാധികാരത്തെയും ഇല്ലാതാക്കുമ്പോൾ സംഭവിക്കുന്നതെന്ത് എന്ന വിഷയത്തിലാണ് സംസാരിക്കുന്നത്. നിങ്ങളെക്കാൾ നിങ്ങളെ തിരിച്ചറിയുന്ന അൽഗോരിതം നിലവിൽ വന്നാൽ അത് ജനാധിപത്യവും വ്യക്തി സ്വാതന്ത്ര്യവും വെറും മിഥ്യമായി തീരും. ചരിത്രകാരനായ യുവാൽ നോഹ ഹരാരി തൻ്റെ 21 ലിസൺസ് ഫോർ ദ 21st സെഞ്ച്വറി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഓർമ്മപ്പെടുത്തിയ വാക്കുകളാണ്. ഈ വാക്കുകളുടെ യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വിഷയത്തെ നമുക്ക് ചർച്ചക്കെടുക്കാം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്യൂഷൻ ഓഫ് ചോയ്സ്, തിരഞ്ഞെടുപ്പിൻ്റെ മിഥ്യാബോധം നിലനിൽക്കുന്ന ഒരു കാലത്താണ്. നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ഓരോ ക്ലിക്കുകളും ലൈക്കുകളും സെർച്ചുകളും നിരീക്ഷിച്ചുകൊണ്ട് ഒരുപറ്റം അൽഗോരിതങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. ഇവയാണ് നമ്മൾ എന്തു ചെയ്യണം, എന്തു വാങ്ങണം, ആർക്ക് വോട്ട് ചെയ്യണം എന്നതുവരെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനേക്കാൾ അപകടകരമാണ് AI-യുടെ അമിതോപയോഗം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒരു മനുഷ്യനാക്കി തീർക്കുന്നത് അവൻ്റെ ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളാണ്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അവൻ്റെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു വ്യായാമമുണ്ട്. ഈ വ്യായാമമാണ് അവൻ്റെ ചിന്താശേഷിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ AI-യുടെ അമിതമായ ഉപയോഗം കാരണം ഈ ചിന്താശേഷിക്ക് സാരമായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇംഗ്ലണ്ട് സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് അധ്യാപകനും ഗവേഷകനുമായ മൈക്കിൾ ഗർലിച്ച് തൻ്റെ പഠനത്തിൽ AI-യുടെ അമിതോപയോഗം കൊണ്ട് മനുഷ്യൻ്റെ ചിന്താശേഷി കുറയുന്നു എന്ന് ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. നാച്ചുറൽ ഹ്യൂമൻ ബിഹേവിയർ ജേണലിൽ പങ്കുവച്ച പഠനവും ഇതേ ആശങ്ക തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ശാസ്ത്രജ്ഞന്മാരിൽ AI ഉപയോഗിക്കാത്തൊരു കൂട്ടത്തെയും എന്നാൽ അതേ പ്രശ്നം അതേ സാഹചര്യം AI ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ശാസ്ത്രജ്ഞന്മാരിലെ ഒരു കൂട്ടത്തെയും MRI സ്കാനുകൾ പരിശോധിച്ചപ്പോൾ അവരുടെ ബ്രെയിനിലെ ക്രിയേറ്റീവ് തിങ്കിങ് ഭാഗത്ത് ആക്ടിവിറ്റി കുറവാണ് എന്നതായിരുന്നു കണ്ടെത്തൽ. ഇനി വിദ്യാർത്ഥികളിലേക്ക് വരുമ്പോഴും ഇത് വ്യത്യസ്തമൊന്നുമല്ല. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി റിപ്പോർട്ടുകൾ പ്രകാരം ChatGPT ഉപയോഗിച്ചുകൊണ്ട് ഹോംവർക്ക് ചെയ്തു വരുന്ന കുട്ടികൾക്ക് സ്വന്തമായി ചെയ്യുന്ന കുട്ടികളെക്കാൾ പരീക്ഷകളിൽ മാർക്ക് കുറവാണ്. കാരണം അവർക്ക് സോൾവ് ചെയ്യാനുള്ള അതിലൂടെ ലഭിക്കുന്നുണ്ട് എങ്കിലും അത് എങ്ങനെ ചെയ്തു തീർക്കണം എന്നുള്ളതിനുള്ള ചിന്താശേഷി അവരിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് തുടർച്ചയായി 5 മിനിറ്റിലേറെ ഒരു വിഷയത്തിൽ ചിന്തിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. വെറുതെ സ്ക്രോളുകളിലൂടെ വിവരങ്ങളെ വീങ്ങുക മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിവരങ്ങളെ വീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മാനസിക നിലയെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ശരാശരി 34 GB വിവരങ്ങളാണ് ഓരോ ദിവസവും തലച്ചോറിലേക്ക് കുത്തിക്കയറ്റുന്നത്. എന്നാൽ ഈ വിവരസ്ഫോടനം കൊണ്ട് അവൻ്റെ ചിന്താശേഷിയുടെ അവൻ്റെ തലച്ചോറിൻ്റെ കാഗ്നിറ്റീവ് ശേഷി പകുതിയായി കുറക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ല തീരുമാനമെടുക്കാനുള്ള കഴിവെന്ന് പറയുന്നത് ഡാറ്റയെ വിശകലനം ചെയ്യുന്നതിലല്ല, അതിൻ്റെ സന്ദർഭം, അതിൻ്റെ മുൻ അനുഭവങ്ങൾ, അതിൻ്റെ ന്യായബോധം, മൂല്യബോധം എന്നിവയെല്ലാം പരിഗണിക്കുമ്പോഴാണ്. എന്നാൽ ഇത്തരം ടൂളുകളോടുള്ള അമിതമായ ആശ്രയത്വം നമ്മെ ആ ന്യായബോധത്തെ, ആ മൂല്യബോധത്തെ മാറ്റി നിർത്താൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഓട്ടോമേഷൻ ബയാസ്. ഇത്തരം ടൂളുകളോട് ചെറിയ തലവേദനയ്ക്കുള്ള കാരണം ചോദിച്ച് ക്യാൻസറാക്കി മാറ്റി അവസാനം ആത്മഹത്യ എന്ന ഫുൾ സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രവണത എന്ന് നമുക്ക് ചുരുക്കി പറയാം.
ഇതാണ് നമ്മൾ മനുഷ്യർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പരിഹാരം? ഈ സാങ്കേതികവിദ്യയെ പൂർണ്ണമായും മാറ്റി നിർത്തലാണോ? തീർച്ചയായിട്ടുമല്ല. AI എന്ന് പറയുന്നത് ഒരുപാട് ലിമിറ്റേഷനുള്ള സാങ്കേതിക വിദ്യയാണെന്ന് മനസ്സിലാക്കുകയും ഇത് തരുന്ന ഉത്തരങ്ങൾ ഭാഗികമായോ മുഴുവനായോ തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം. ഈ ബോധ്യമില്ലാത്ത കാലത്തോളം നമ്മൾ ഇതിൻ്റെ അമിതാശ്രയത്വത്തിൽ നിന്ന് പിന്തിരിയാൻ വളരെയധികം പാടാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.